പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആദ്യ വിശുദ്ധ കുർബാന സ്വീകരണത്തിനായി തയ്യാറെടുക്കുന്ന ഒരു കുട്ടിയുമായി ഞാൻ സംസാരിക്കുകയായിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഗൂഗിൾ എങ്ങനെ വിവരങ്ങൾ കണ്ടെത്തുന്നു, ശാസ്ത്രത്തിലെ പല സങ്കീർണ കാര്യങ്ങളും ഒക്കെ നന്നായി അറിയാമായിരുന്നു. ഞാൻ മനസ്സിൽ അത്ഭുതപ്പെട്ടു, ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രയും അറിവ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാറ്റക്കിസം ക്ലാസിന്റെ സമയമായി. ഞാൻ തമാശയായി പറഞ്ഞു, ഇന്ന് ക്ലാസ് ഒഴിവാക്കി നമുക്ക് ഒന്ന് കറങ്ങാൻ പോകാമല്ലോ. ഉടൻ അവൻ മറുപടി പറഞ്ഞു, അല്ല ഫാദർ, ഞാൻ ആദ്യ വിശുദ്ധ കുർബാനയ്ക്കായി തയ്യാറെടുക്കുകയാണ്. ക്ലാസ് മുടക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, ഒരു കൈയിൽ നല്ല ബിരിയാണിയും മറ്റേ കൈയിൽ വിശുദ്ധ കുർബാനയും ഉണ്ടെങ്കിൽ നീ ഏതാണ് തിരഞ്ഞെടുക്കുക? ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ പറഞ്ഞു, വിശുദ്ധ കുർബാന. ഞാൻ പുഞ്ചിരിച്ചു. എന്നാൽ അതേ നിമിഷം എന്റെ മനസ്സിൽ ഒരു വലിയ ചിന്ത ഉദിച്ചു. ഈ ചെറിയ കുട്ടിക്ക് പല മുതിർന്നവരും പതുക്കെ മറന്നുപോകുന്ന ഒരു സത്യം അറിയാം, ഏതാണ് യഥാർത്ഥത്തിൽ വിലപ്പെട്ടത് എന്ന്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. യേശു 3 ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു: ഒരു മുത്ത്, ഒരു നിയമം, ഒരു കവാടം. ആദ്യ കാഴ്ചയിൽ ഇവ തമ്മിൽ ബന്ധമില്ലാത്ത പോലെ തോന്നാം. എന്നാൽ ഒരുമിച്ച് ചേർന്ന് ഇവ ഒരു യഥാർത്ഥ ശിഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ എറിയരുത്. പുരാതന ലോകത്തിൽ ഒരു മുത്ത് അത്യന്തം വിലപ്പെട്ട നിധിയായിരുന്നു. ആരും അത് ചളിയിലേക്ക് എറിയില്ല, ആരും അതിനെ നിസ്സാരമായി കാണില്ല. എന്നാൽ യേശു പറയുന്നു, ദൈവം നമുക്ക് തന്ന ആത്മീയ നിധികളോട്, വിശ്വാസം, തന്റെ വചനം, പ്രാർത്ഥന, വിശുദ്ധ കുർബാന, തന്റെ കരുണ, പലരും അതേ അലക്ഷ്യത്തോടെ പെരുമാറുന്നു. നാം മൊബൈൽ ഫോണിന് മണിക്കൂറുകൾ കൊടുക്കുന്നു, ദൈവത്തിന് ഏതാനും മിനിറ്റുകൾ മാത്രം. പണം നഷ്ടപ്പെട്ടാൽ ഉറക്കം നഷ്ടപ്പെടുന്നു, സമാധാനം നഷ്ടപ്പെട്ടാൽ അത്ര വിഷമിക്കുന്നില്ല, സ്വത്തുക്കൾ കാത്തുസൂക്ഷിക്കുന്നു, ആത്മാവിനെ അവഗണിക്കുന്നു. ആ ചെറിയ കുട്ടി എനിക്ക് ഒരു വലിയ പാഠം തന്നു. ബിരിയാണിയും വിശുദ്ധ കുർബാനയും തമ്മിൽ തിരഞ്ഞെടുക്കേണ്ടി വന്നപ്പോൾ അവൻ തന്റെ യഥാർത്ഥ നിധി ഏതാണെന്ന് അറിഞ്ഞു. ഇന്ന് യേശു നമ്മോടും അതേ ചോദ്യം ചോദിക്കുന്നു. നമ്മുടെ ദൈനംദിന തിരഞ്ഞെടുപ്പുകൾ, നമ്മുടെ സമയം, ശ്രദ്ധ, മുൻഗണനകൾ ഇവ നോക്കിയാൽ ആളുകൾക്ക് യേശുവാണ് നമ്മുടെ ഏറ്റവും വലിയ നിധി എന്ന് തോന്നുമോ? അതോ മറ്റ് കാര്യങ്ങൾ ആ സ്ഥാനം നിശബ്ദമായി കൈയടക്കിയോ? മുത്തിനെ സംരക്ഷിക്കൂ, വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കൂ. ആത്മീയ നിധികളെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. അതിനുശേഷം യേശു ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിയമം നൽകുന്നു: മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവരോടും ചെയ്യുക. എത്ര ലളിതമായ വാക്കുകൾ! എന്നാൽ എല്ലാവരും ഇത് ജീവിതത്തിൽ പകർത്തിയാൽ ലോകം മാറിപ്പോകും. കഠിനമായി സംസാരിക്കുന്നതിന് മുമ്പ് നാം ചോദിക്കും, ആരെങ്കിലും എന്നോട് ഇങ്ങനെ സംസാരിച്ചാൽ എനിക്ക് ഇഷ്ടമാകുമോ? അപവാദം പറയുന്നതിന് മുമ്പ് ചോദിക്കും, ആരെങ്കിലും എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാകുമോ? ക്ഷമിക്കാതിരിക്കുന്നതിന് മുമ്പ് ചോദിക്കും, ദൈവം എന്നെ ക്ഷമിക്കാതിരുന്നാൽ എനിക്ക് ഇഷ്ടമാകുമോ? ലോകം പറയുന്നു, അവർ നിങ്ങളോട് പെരുമാറുന്നതുപോലെ പെരുമാറുക. യേശു പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ അവരോടും പെരുമാറുക. ലോകം പറയുന്നു, പ്രതികാരം ചെയ്യുക. യേശു പറയുന്നു, സ്നേഹിക്കുക. ലോകം പറയുന്നു, ആദ്യം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. യേശു പറയുന്നു, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുക. സ്വർണ്ണ നിയമം ഒരു നല്ല ഉപദേശം മാത്രമല്ല, അത് ക്രൈസ്തവ സ്നേഹത്തിന്റെ പ്രായോഗിക ആവിഷ്കാരമാണ്. നമ്മിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണുന്ന വഴിയാണ്. അതിനുശേഷം യേശു ഇന്നത്തെ സുവിശേഷത്തിന്റെ ഹൃദയഭാഗത്തേക്ക് നമ്മെ നയിക്കുന്നു. ഇടുങ്ങിയ കവാടത്തിലൂടെ പ്രവേശിക്കുവിൻ. നമുക്ക് വിശാലമായ വഴികളാണ് ഇഷ്ടം. എളുപ്പമുള്ള വഴികളാണ് ഇഷ്ടം. ത്യാഗം ആവശ്യപ്പെടാത്ത വഴികളാണ് ഇഷ്ടം. എന്നാൽ യേശു പറയുന്നു, ജീവനിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്. എന്തുകൊണ്ട്? കാരണം സത്യം എല്ലായ്പ്പോഴും ഇടുങ്ങിയതാണ്. സ്നേഹം പ്രതിബദ്ധത ആവശ്യപ്പെടുന്നു. വിശുദ്ധി ത്യാഗം ആവശ്യപ്പെടുന്നു. വിശാലമായ വഴി ഒന്നും ആവശ്യപ്പെടുന്നില്ല. ജനക്കൂട്ടത്തെ പിന്തുടരുക, എല്ലാവരും ചെയ്യുന്നതുപോലെ ചെയ്യുക. എന്നാൽ ആ വഴി ജീവനിലേക്ക് നയിക്കുന്നില്ല. ഇടുങ്ങിയ വഴി യഥാർത്ഥ തിരഞ്ഞെടുപ്പുകൾ ആവശ്യപ്പെടുന്നു. കള്ളം പറയുന്നത് എളുപ്പമാകുമ്പോൾ സത്യം തിരഞ്ഞെടുക്കുക. പ്രതികാരം മധുരമാകുമ്പോൾ ക്ഷമ തിരഞ്ഞെടുക്കുക. ശ്രദ്ധ തിരിക്കുന്നവ നിറഞ്ഞിരിക്കുമ്പോൾ പ്രാർത്ഥന തിരഞ്ഞെടുക്കുക. ലോകം വിശ്വാസത്തെ പരിഹസിക്കുമ്പോൾ ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുക. ഇടുങ്ങിയ വഴി പ്രയാസമുള്ളത് ദൈവം കർശനക്കാരനായതുകൊണ്ടല്ല, ഓരോ യഥാർത്ഥ സ്നേഹത്തിലും ത്യാഗമുണ്ട്, അതുകൊണ്ടാണ്. വിശ്വസ്തമായ ഒരു വിവാഹ ജീവിതത്തിന് പ്രതിബദ്ധത വേണം. വൈദിക ജീവിതത്തിന് പ്രതിബദ്ധത വേണം. ക്രൈസ്തവ ജീവിതത്തിന് പ്രതിബദ്ധത വേണം. ഓരോ ത്യാഗവും ഫലം പുറപ്പെടുവിക്കുന്നു. ഇനി നമുക്ക് കൂടുതൽ ആഴത്തിൽ പോകാം. ഈ കവാടം വെറും ഒരു കവാടം മാത്രമല്ലെങ്കിൽ
ഈ വഴി വെറും ഒരു വഴി മാത്രമല്ലെങ്കിൽ യേശു തന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ പിന്നീട് യേശു പറയുന്നു, ഞാനാണ് വാതിൽ. വീണ്ടും പറയുന്നു, ഞാനാണ് വഴി, സത്യം, ജീവൻ. ബന്ധം ശ്രദ്ധിക്കൂ. ഇന്ന് ഒരു കവാടം, ഒരു വഴി, ഒരു ജീവൻ. പിന്നീട് ഞാനാണ് വാതിൽ, ഞാനാണ് വഴി, ഞാനാണ് ജീവൻ. ഇടുങ്ങിയ കവാടം യേശുവാണ്. ഇടുങ്ങിയ വഴി യേശുവാണ്. യാത്രയുടെ അവസാനം കാത്തിരിക്കുന്ന ജീവൻ യേശുവാണ്. ഇത് എല്ലാം മാറ്റിമറിക്കുന്നു. ക്രൈസ്തവ ജീവിതം പ്രധാനമായും നിയമങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ചല്ല, അത് ഒരു വ്യക്തിയെ അനുഗമിക്കുന്നതിനെക്കുറിച്ചാണ്. പലരും കരുതുന്നു, വിശുദ്ധി എന്നാൽ കൂടുതൽ പരിശ്രമിക്കുക, ഭാരം തനിയെ വഹിക്കുക. എന്നാൽ യേശു ലളിതമായി പറയുന്നു, എന്റെ അടുക്കൽ വരൂ, എന്നെ അനുഗമിക്കൂ. കവാടം ഇടുങ്ങിയത് ദൈവം ആരെയെങ്കിലും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല, ഒരേ ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഒരേ ഒരു വഴി, ഒരേ ഒരു ജീവൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ ആദ്യ വിശുദ്ധ കുർബാനയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ചെറിയ കുട്ടി എനിക്ക് ഒരു വലിയ പാഠം തന്നു. നല്ലതും ഏറ്റവും നല്ലതും തമ്മിലുള്ള വ്യത്യാസം അവന് അറിയാമായിരുന്നു. കുറച്ചു നേരം വിശപ്പ് മാറ്റുന്ന ഭക്ഷണവും നിത്യജീവൻ നൽകുന്ന സ്വർഗീയ അപ്പവും തമ്മിലുള്ള വ്യത്യാസം അവന് അറിയാമായിരുന്നു. ഇന്ന് യേശു നമ്മോടും അതേ ചോദ്യം ചോദിക്കുന്നു. ഒരു കൈയിൽ ലോകവും മറ്റേ കൈയിൽ യേശുവും ഉണ്ടായാൽ നാം ഏതാണ് തിരഞ്ഞെടുക്കുക? മുത്തിനെ തിരിച്ചറിയാനുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കട്ടെ. സ്വർണ്ണനിയമം ജീവിതത്തിൽ പകർത്താനുള്ള ധൈര്യം നമുക്ക് ലഭിക്കട്ടെ. ഇടുങ്ങിയ കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള വിശ്വാസം നമുക്ക് ലഭിക്കട്ടെ. എല്ലാറ്റിനുമുപരി വാതിലും വഴിയും ജീവനുമായ യേശുവിനെ എപ്പോഴും തിരഞ്ഞെടുക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. ആമേൻ.